ഹരിഃ ഓം. രണ്ടാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദൈവേയം പരേഷ്വസ്തിരേത്യസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ തുദ്ധ്യാന ഗുണാനു കീർത്തന രസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവ ദത്താദരാ. ഇതിലൊരുപാട് അക്ഷരങ്ങൾ നമുക്ക് മുറിച്ച് വായിക്കാനുണ്ട്. അപ്പോഴേ നമുക്കിത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ലക്ഷ്മീ ലക്ഷ്മീഃ താവക രാമണീയക ഹൃദൈവേയം പരേഷു അസ്ഥിരേതി എന്ന് വേണം വായിക്കാൻ. ലക്ഷ്മീഃ താവക രാമണീയക ഹൃദൈവേയം പരേഷു അസ്ഥിരേതി അസ്മിൻ അന്യദപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ തുദ്ധ്യാന ഗുണാനു കീർത്തന രസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവ ദത്താദരാ. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ലക്ഷ്മീഃ താവക, അതാണ് ലക്ഷ്മീ സ്ഥാവക എന്നായിട്ടുള്ളത്. ആ സാവാണ് ലക്ഷ്മീഃ അല്ലെങ്കിൽ ലക്ഷ്മീർ താവക. ഇപ്പൊ ലക്ഷ്മീ സ്ഥാവക രാമണീയക ഹൃദൈവേയം പരേഷു അസ്ഥിരേതി. അത് പരേഷ്വസ്ഥിരേതി അങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പരേഷു അസ്ഥിരേതി. അത് കഴിഞ്ഞിട്ട് അസ്മിൻ അന്യദപി, അസ്മിന്നന്യദപി എന്നാണുള്ളത്. യസ്മിൻ അല്ല, അസ്മിൻ അന്യദപി പ്രമാണമധുന. പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ തുദ്ധ്യാന ഗുണാനു കീർത്തന രസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ. അവിടെയാണ് ജനാസ്ത്വേഷ്വേഷാ എന്നെഴുതിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാ. അപ്പൊ ഇവിടെ തേഷ്വേഷ ഉണ്ട്. തേഷു ഏഷ എന്നാണ് ആ പദം മുറിക്കുമ്പോൾ കിട്ടുന്ന വാക്കുകൾ. തേഷു ഏഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവദത്താദരാ എന്ന് ഭഗവാനെ നോക്കി ഭട്ടതിരിപ്പാട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? അർത്ഥം നോക്കാം നമുക്ക്. ഹേ ലക്ഷ്മീപദേ, അല്ലയോ ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, ശ്രീവല്ലഭ. ഇയം ലക്ഷ്മി, ഈ ലക്ഷ്മി ഉണ്ടല്ലോ, താവകരാമണീകൃതായേവ, അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് പരേഷു അസ്ഥിര, മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത്. ഇതി അസ്മിൻ എന്നതിന് അന്യത് പ്രമാണം അപി, ഇനിയൊരു പ്രമാണം കൂടി അധുന അഹം വക്ഷ്യാമി, ഞാനിപ്പോൾ പറയാം. ഏ ജനാഃ, ഏതാളുകൾ സ്വധ്യാന ഗുണാന കീർത്തന രസാസക്താഃ ഹി ഭക്താഃ, അങ്ങയുടെ ധ്യാനത്തിലും അവിടുത്തെ ഗുണങ്ങളെ പാടിപ്പുകഴ്ത്തുന്നതിനുമുള്ള രസം കൊണ്ട് അടുത്തവരായി ഭക്തന്മാരായിരിക്കുന്നു. യേഷു ഏഷാ ദൈതപ്രസ്താവദത്താതര സ്ഥിരായേവ വസതി, അവരിൽ ഇവൾ
പ്രിയതമനായ അങ്ങയുടെ വാർത്തയുണ്ടാകുമ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് പാടുകയോ ഭഗവാനെ ഗുണങ്ങളെക്കുറിച്ച് പാരായണം ചെയ്യുകയോ ചെയ്താൽ അത് ശ്രദ്ധിക്കുന്നവളായിട്ട് വിട്ട് പിരിയാതെ പറ്റിക്കൂടി നിൽക്കുന്നു എന്നാ പറയുന്നത് ഭട്ടതിരിപ്പാട്. സ്ഥിതായേവ, ഒട്ടും വിട്ടു പിരിയുന്നില്ല. നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, 4ാമത്തെ ശ്ലോകത്തില് ഭഗവാനെ അങ്ങയുടെ ഈ മനോഹരമായ രൂപത്തിന്റെ മാധുര്യം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്നല്ലേ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചത്. അങ്ങനെയുള്ള സുന്ദരതരം ആയിട്ടുള്ള ആ ശരീരത്തെ കണ്ട് ഒരിക്കലും അങ്ങയെ വിട്ടുപിരിയുന്നില്ല. തൻ്റെ ഭക്തന്മാരെ പോലും ലക്ഷ്മി ദേവി ശരിക്ക് കടാക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വീണ്ടും പറയാണ്, പിന്നെ എന്താ അറിയോ ഭഗവാനെ, ഒരു പ്രമാണം കൂടെ ഞാൻ പറയാം. എന്താ പ്രമാണം ഭട്ടതിരി എന്ന് ഭഗവാൻ ചോദിക്കുന്ന സമയത്ത് പറയാണ്, ഈ ലക്ഷ്മി ദേവി ഉണ്ടല്ലോ ഭഗവാനെ, അങ്ങയുടെ ഗുണഗണങ്ങളെ കേൾക്കാനുള്ള അത്യാഗ്രഹത്തോടു കൂടിയിട്ടാണ് അവിടത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ആ ലക്ഷ്മി ദേവി അങ്ങയുടെ ഭക്തന്മാരെയും അനുഗ്രഹിക്കുന്നില്ലേ? അവർക്ക് സമ്പൽ സമൃദ്ധിയുടെ കൊടിമുടിയിൽ കയറി നിൽക്കുന്നില്ലേ ഭഗവാനെ? എത്ര ഉദാഹരണങ്ങൾ വേണം ഭാഗവതത്തിലുടനീളം നോക്കിയാൽ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ, മമ ഭക്തന പ്രണശ്യതി, എൻ്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശമുണ്ടാവില്ല എന്ന് പറഞ്ഞ ആ വാക്കിനെ ഇവിടെ ഇത് സാർത്ഥമാക്കി തന്നിരിക്കുന്നുവല്ലോ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് ഭഗവാനെ വീണ്ടും സ്തുതിക്കുകയാണ് നമ്മുടെ ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് ആരും പരിഭ്രമിക്കണ്ട എന്ന് പറയുകയാണ്. ഭഗവാനെ ഭജിച്ചാൽ ഉള്ള സമ്പത്തൊന്നും പോവില്ല. നമുക്ക് വേണ്ടതൊക്കെ തന്ന്, വേണ്ടത് തന്ന്, വേണ്ട സമയത്ത് വേണ്ടത് തോന്നിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ സുഖമാക്കിത്തരും ഗുരുവായൂരപ്പൻ, ആനന്ദമയമാക്കിത്തരും. കൂടെ ലക്ഷ്മി ദേവിയും ഉണ്ടല്ലോ, സമ്പൽ സ്വരൂപിണിയല്ലേ ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി കടാക്ഷം ഉണ്ടായാൽ ഇവിടെ ആർക്കാ എന്താ കിട്ടാത്തത്? ആ ഭക്തനെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നത്. നാരായണീയം വായിക്കാൻ തുടങ്ങിയാൽ ലക്ഷ്മി ദേവി മുന്നിൽ വന്നിരിക്കും എന്നാണ് മഹാത്മാക്കളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് ഈ ശ്ലോകം ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാം അല്ലെ. ലക്ഷ്മീ സ്ഥാപക രാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേതി അസ്മിൻ അന്യദപി പ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപതേ യേതുദ്യാനഗുണാനു കീർത്തന രസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിര ഇവ ധൈര പ്രസ്താപദത്താദരാ. നമുക്ക് ശ്ലോകങ്ങൾ തെറ്റുകൂടാതെ വായിച്ചു കഴിഞ്ഞാൽ ഏത് രാഗത്തിൽ വേണമെങ്കിലും ഇതൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റും കേട്ടോ. അത്രയും മനോഹരമാണ് നാരായണീയത്തിലെ ഓരോ വാക്കുകളും വരികളും. ആദ്യം നമുക്ക് പദങ്ങളുമായി പരിചയം വന്ന് തെറ്റുകൂടാതെ വായിക്കാൻ പറ്റണ്ടേ സജ്ജനങ്ങളെ. അതുകൊണ്ടാണ് ഒരു രാഗവുമില്ലാതെ ഇങ്ങനെ പ്ലെയിനായിട്ട് വായിച്ചു പോകുന്നത്. അടുത്ത ശ്ലോകം 6ാമത്തെ ശ്ലോകം. ഏവം ഭൂതമനുജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം. ഏവം ഭൂതമനുജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിത് രസായനമയം ത്വദ്രൂപം പരചിദ്രസായനമയം ത്വദ്രൂപം പരചിത് രസായനമയം ചേതോഹരം ശൃണ്വതാം ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രേരയത്തെ മതിം മദയതേ രോമാഞ്ചയത്യംഗകം. സദ്യഃ പ്രേരയത്തെ മതിം മദയതേ രോമാഞ്ചയത്യംഗകം. വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോദ്ഭവൈഃ.
ഈ ശ്ലോകത്തിൽ അധികം വാക്കുകൾ മുറിക്കാനില്ല. വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാനായിക്കൊണ്ട് സാധിക്കും. അപ്പോ ഭഗവാനോട് പട്ടതിരിപ്പാട് പറയുന്നു, ഇതിന്റെ അർത്ഥം നോക്കാം നമുക്ക്. ഏവം ഭൂതമനോജ്ഞത നവസുധ, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന സൗഭാഗ്യമാകുന്ന പുതിയ അമൃതത്തിന് ഉറവിടവും നിശ്യന്ത സന്തോഹനം, സുധാ നിശ്യന്ത സന്തോഹനം, സൗഭാഗ്യമാകുന്ന ആ പുതിയ അമൃതത്തിന് ഉറവിടവും പരചിത്രസായനമയം, പരബ്രഹ്മരസായനവും ചേതോഹരം ത്വദ്രൂപം, മനോഹരവുമായ അങ്ങയുടെ ഈ വിഗ്രഹമുണ്ടല്ലോ, ശൃണ്വതാം മതിസദ്യ പ്രേരയതേ, കഥ കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് അവരറിയാതെ തന്നെ പ്രേരിപ്പിക്കുന്നു. എന്തിലേക്ക് വേണ്ടിയിട്ട്? മതയതയെ, മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആനന്ദ വിവശമാക്കുന്നു. അംഗകം രോമാഞ്ചയതി, ദേഹം മുഴുവൻ രോമാഞ്ചമണിയിക്കുകയും ആനന്ദമൂർച്ഛോദ്ഭവൈഹി, അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാവുന്ന ശീതബാഷ്പവിസരൈഹി വ്യാസിഞ്ചതി അപി, കുളിർത്ത കണ്ണീരിൽ ആറാടിക്കുകയും ചെയ്യുന്നു. ഭഗവാനെ, അവിടുത്തെ ഈ സൗഭാഗ്യമാകുന്ന പുതിയ അമൃതത്തിന് ഉറവിടം എന്നാ പറയുന്നത് പരബ്രഹ്മരസായനമാണ്. മനോഹരമായിട്ടുള്ള അങ്ങയുടെ വിഗ്രഹം കഥ കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് അറിയാതെ തന്നെ പ്രേരിപ്പിക്കുന്നു, മതിപ്പിക്കുന്നു, ആനന്ദവിഷമാക്കുന്നു, ദേഹം മുഴുവൻ രോമാഞ്ചമണിയിക്കുന്നു. അടക്കാനാവാത്ത ആനന്ദം കൊണ്ട് ഉളുത്ത കണ്ണുനീരിൽ ആറാടിക്കുകയും ചെയ്യുന്നു. അപ്പോ പറയുന്നു, ശ്രവണം, മനനം, സ്മരണം, കീർത്തനം ഒക്കെ ഉണ്ടല്ലോ. ആ ഭക്തിയുടെ പടികളെ കുറിച്ച്, ഉത്തമമായിട്ടുള്ള പടികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്രവണം കേൾക്കുക, സ്മരണം സ്മരിക്കുക, കീർത്തനം കീർത്തിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ലയിച്ചു പോകും നമ്മള്. അതേ കഥകളെ നമ്മൾ പാടുമ്പോൾ നമ്മുടെ കണ്ണിൽ ശരീരത്തിലൊക്കെ രോമാഞ്ചം ഉണ്ടാവും, കണ്ണിന്ന് ആനന്ദബാഷ്പം വരും. അത് തണുത്ത വെള്ളമായിരിക്കും എന്നാ പറയുന്നത് ആനന്ദബാഷ്പം, മറ്റേതോ ചൂടുവെള്ളമായിരിക്കും. ദുഃഖം കൊണ്ടുവരുന്ന കണ്ണുനീർ ചൂടുള്ളതും, ആനന്ദം കൊണ്ടുവരുന്ന കണ്ണുനീർ തണുത്തതുമായിരിക്കും. അത് ശരീരത്തെ മുഴുവനും നനപ്പിച്ച് ആനന്ദത്തിൽ ആറാടിക്കുമല്ലോ ഗുരുവായൂരപ്പ. നവസുധ എന്ന് പറഞ്ഞാൽ പുതിയ അമൃത് എന്നർത്ഥം. പരചിത് രസായനം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മരസായനമാണ് ഗുരുവായൂരപ്പൻ. എന്തൊക്കെയോ രസായനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രസായനം എന്നാണ് ഗുരുവായൂരിൽ നിൽക്കുന്നത് എന്ന് ഭട്ടതിരിപ്പാട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭഗവാന്റെ മുന്നിൽ നിർത്തിയിട്ട്, നോക്കൂ ഈ സുന്ദര രൂപം നോക്കൂ, സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപം, ആശ്ചര്യതോപി ആശ്ചര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആ ഭഗവാന്റെ സന്നിധിയിൽ കൊണ്ട് നിർത്തി ആനന്ദത്തിൽ ആറാടിപ്പിക്കുന്നുവല്ലോ സജ്ജനങ്ങളെ. ഇതല്ലേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് എന്നാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നത്. ഗുരുവായൂരപ്പനും അതിന് സമ്മതിച്ചുകൊണ്ട് തലയാട്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ വളരെ കേമായിട്ടുണ്ട് ഭട്ടതിരി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഹരി ഓം.